സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെഡിയാക്കിയാലോ? മുട്ട ഉപയോഗിച്ചുള്ള സ്നാക്കാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന, എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് മുട്ട. അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചൂടോടെ നമുക്ക് മുട്ടയും അതുപോലെ തന്നെ സവാളയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സവാള എപ്പോഴും ഉണ്ടാവും, മുട്ട ഉണ്ടാവും, അതുപോലെ തന്നെ കടലമാവ് ഉണ്ടാവും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് സവാള മുട്ട വട എന്നാണ്. നിങ്ങളുടെയൊക്കെ നാടുകളിൽ എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതിനിപ്പോ നിങ്ങള് എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഏത് പേരിൽ വേണമെങ്കിലും ഈ സ്നാക്കിനെ വിളിക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ പിന്നെ ഇതില് ഇപ്പോ സവാള കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് ഏത് രീതിയിൽ കട്ട് ചെയ്താലും സവാള നന്നായിട്ട് നമുക്ക് മുട്ട കവർ ചെയ്തെടുക്കണം സവാളയുടെ മിക്സ് ഉപയോഗിച്ചിട്ട്. ആ ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ. ടൊമാറ്റോ സോസിന്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എന്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം. ഇടയ്ക്ക് തണുപ്പ് ഇപ്പോൾ കൂടുതൽ, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് അനുഭവിക്കാത്തൊരു തണുപ്പാണ് ഈ വർഷം വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു തണുപ്പിന്റെ പ്രശ്നം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടിൽ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. തണുപ്പ് കഴിച്ചിട്ടൊന്നല്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ നമ്മുടെ കോഫി പുഡിങ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു തണുപ്പോടുകൂടി ആരും കഴിക്കരുതെന്ന്. ഈ ഒരു സ്നാക്കിന് പകരം നമ്മൾ ഇതിന് മുന്നേ ആയിട്ട് കുറച്ചുകൂടി വ്യത്യസ്തമായൊരു മുട്ട ഉപയോഗിച്ചുള്ള സ്നാക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിൽ കുറച്ചുപേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയ സമയത്ത് ചെയ്തിരുന്ന ഒരു സ്നാക്കാണ് നമ്മുടെ മുട്ടയുടെ ഉള്ളില് വെളുത്തുള്ളി വെച്ചിട്ടുള്ള ഒരു സ്നാക്ക്. അപ്പൊ അതും കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അത് നിങ്ങളൊന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ ഈസി ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി റാപ്പൊക്കെ കണ്ടിട്ട് ചപ്പാത്തിയുടെ വീഡിയോ എവിടെയാണ് ലിങ്ക് സെൻഡ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് എടുക്കാൻ പറ്റാത്ത ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവരത് നോക്കിയിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തേക്കാം അതിന്റെ ലിങ്ക്. അപ്പൊ ആ ഒരു റെസിപ്പിയും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സവാള മുട്ട വട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ സവാളയും മുട്ടയും ചേർത്തുള്ള ഈ ഒരു പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ഇതിപ്പോൾ സവോളയും പച്ചമുളകും ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചതാണ്. സവോള ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് സവോളയിൽ നിന്നുള്ള വെള്ളത്തിലാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ സവോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 5 വലിയ സവോള എടുത്തിട്ടുണ്ട്, 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. ഈ ഒരു മിക്സിലേക്ക് നമുക്കിനി ഗരം മസാലപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല. പച്ചമുളക് അത്യാവശ്യം ചേർത്തിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും. പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടിയിൽ നമ്മൾ കുരുമുളക് ചേർത്തിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഗരം മസാലപ്പൊടിക്ക് ചെറിയ എരിവുണ്ട്. ഇല്ല അപ്പോൾ കൂടുതൽ എരിവ് വേണമെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ സവോളയുടെ വെള്ളത്തിൽ തന്നെ കടലമാവ് നന്നായിട്ട് മിക്സ് ആയി വന്നോളും. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ട 4ആയിട്ടാണ് മുറിച്ചെടുക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ ബോൾസ് അല്ല, മുട്ടയുടെ ആ ഒരു നീളത്തിൽ തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പകുതി മുട്ട വേണമെന്നുണ്ടെങ്കിൽ പകുതി മുട്ട ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു മുട്ട 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. കടലമാവ് ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെള്ളവും കൂടി ചേർക്കേണ്ടി വരും. കടലമാവിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ചുകൂടി കടലമാവ് വേണം.
നമുക്കിതുപോലെ ഇതിങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പാകത്തിലാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാണ്. ഇനി നമുക്ക് മുട്ട 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ പൊതിഞ്ഞെടുക്കാം മുട്ട. ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം കയ്യിലൊന്ന് കുറച്ച് വെള്ളം തടവുക. ഇതുപോലെ 2 കയ്യിലും വെള്ളം തടവിയിട്ട് കുറച്ച് മിക്സ് എടുക്കുക. നമുക്കൊരു മുട്ട കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിക്സ് അതൊന്ന് കയ്യിൽ വെച്ച് പരത്തി കൊടുക്കുക. ഇതിന് നടുഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ പീസ് ഉണ്ടല്ലോ, ഇത് വയ്ക്കുക. അതിനുശേഷം ഇത് കവർ ചെയ്യുക. അപ്പോൾ കയ്യിൽ വെള്ളം തടവിയില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. വെള്ളം തടവില്ല എന്നുണ്ടെങ്കിൽ എണ്ണ തടവിയാലും മതി. മുട്ട നന്നായിട്ട് കവറായിട്ടിരിക്കണം ഇതുപോലെ. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ മുട്ടയും കവർ ചെയ്തെടുക്കാം. വീണ്ടും അടുത്ത മുട്ട എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കയ്യിൽ വെള്ളം തടവുക. വെള്ളം തടവിയതിന് ശേഷം മാത്രം വയ്ക്കുക, അല്ലെങ്കിൽ എണ്ണ തടവുക. അത് മറന്നു പോരുത്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഞാൻ മുട്ട വെച്ചു. അപ്പോൾ നമ്മൾ ഈ സവാളയിൽ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ടയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്താൽ മുട്ട കഴിച്ചു വരുമ്പോൾ ഉപ്പുണ്ടാവുള്ളൂ. കണ്ടോ, ഇതുപോലെ ഓരോന്നും കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തമ്മിൽ ഒട്ടാതെ വെക്കണം. ഒട്ടിയിട്ടുണ്ടെങ്കിൽ കടലമാവ് ആയതുകൊണ്ട് ഒരു മുട്ടയിലുള്ള കോട്ടിങ് അടുത്തതിലേക്ക് ആവും. അപ്പോൾ മുട്ടയുടെ കോട്ടിങ് പോവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ റെഡിയാക്കി സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം പൊരിച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് പൊരിച്ചു തുടങ്ങാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പതുക്കെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഈ മുട്ട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കൈ നനയ്ക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള വെള്ളം ഉണ്ടാകുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ ചെറുതായിട്ട് നനയ്ക്കുക. മുട്ടയുടെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ കവറായിരിക്കണം, ഇല്ലെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കും. പതുക്കെ എണ്ണയിലേക്ക് ഇടുക. നമുക്കിപ്പോൾ ഒരു 2-3 എണ്ണം വീതം ഫ്രൈ ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള വേഗം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഇട്ടത് എണ്ണയ്ക്ക് ചൂട് കൂടുതലായതുകൊണ്ട് വേഗം തന്നെ മൊരിഞ്ഞ് കിട്ടി. ഞാനൊന്ന് മാറ്റാണ്. അപ്പോൾ കൂടുതൽ എണ്ണ വയ്ക്കുകയാണെങ്കിൽ വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുണ്ടോ, ഇതും കുക്കായി. നമുക്ക് അടുത്തത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിടുക, അടുത്ത സൈഡ് ഒന്ന് കുക്കാവാൻ. ഇതിപ്പോൾ എണ്ണ കൂടുതലുള്ളത് കൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടും. നമുക്കിതെടുക്കാം. ഇത്രയും മതി. ഈ ഒരു കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ കുറച്ചായിട്ട് ഫ്രൈ ചെയ്യട്ടോ. എന്താണെന്ന് വെച്ചാൽ എണ്ണയാണ്, സവാളയുടെ കോട്ടിങ് കറക്റ്റായിട്ട് പിടിക്കില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിടുക. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ഇടാൻ പോവാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയിൽ മൊരിഞ്ഞ മുട്ടക്കുട്ടികളൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടലമാവ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കരുത് എന്നുള്ളത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മളിപ്പോൾ സവോളയിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതുപോലെ മിക്സ് ചെയ്ത് നമുക്കിപ്പോൾ 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ കടലമാവ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും ആ സവോളയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ട എണ്ണയിലേക്ക് ഇടുമ്പോൾ കംപ്ലീറ്റ് കവറായിരിക്കുക, ഇല്ലെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കും. അതെപ്പോഴും മുട്ടയുടെ റെസിപ്പീസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസി സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.